ഞാനിന്ന് വന്നിരിക്കുന്നത് കൊള്ളി അല്ലെങ്കിൽ കപ്പ, പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും. ഓരോ നാട്ടിലേക്ക് പല പേരാണ്. അങ്ങനെ പറയണ ഈ കൊള്ളി കൊണ്ട് എളുപ്പത്തിലൊരു കറി തയ്യാറാക്കാം. അതിനായി കൊള്ളി ചെറിയ കഷ്ണങ്ങളായി കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നീട് ചുവന്നുള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു 4 ചെറിയ ഉള്ളി ചതച്ചത് കൂടിയിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിൽ ഈ ഉള്ളി ചതച്ചതിട്ടിട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിക്കണം. ഒരു പകുതി മൂപ്പാവുമ്പോൾ ചതച്ച മുളക്, ഇടിമുളക് എന്നൊക്കെ പറയും. അപ്പോൾ അത് അങ്ങനെ ഒരു സ്പൂണ്, ഇപ്പോൾ നമ്മൾ വേവിച്ച കൊള്ളിക്ക് പാകത്തിനുള്ള ഒരു മുളക് ഇട്ടിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. നല്ല മൂത്ത മണം വരും. അപ്പോൾ ഇതിൽ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ചെരിഞ്ഞ് ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക. വെള്ളം കുറച്ച് മാറ്റി വയ്ക്കാം. ഇതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഊറ്റി വയ്ക്കാം. അപ്പോൾ അത് വെന്ത് ഈ മൂപ്പിച്ച മുളകിലേക്ക് ചെരിഞ്ഞ് ഒന്ന് ഉടച്ച് പാകപ്പെടുത്തി എടുക്കണം. അപ്പോൾ അതിലേക്ക് പോരാത്ത വെള്ളം കുറച്ച് ഒരു തുള്ളി വെള്ളം ഒഴിക്കാം. ഒരു ചെറുതായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫുഡാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇതെടുക്കാം. രാവിലെ അങ്ങനെ ഒരു കട്ടൻ ചായക്കൊപ്പം കഴിക്കാം. പിന്നെ വേറെ ഇതിലേക്ക് കറികളൊന്നും ആവശ്യമില്ല. ഒരു കട്ടൻ ചായയുടെ കൂടെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട്. പിന്നെ വീട്ടിൽ നിൽക്കുന്ന കുട്ടികളോ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഫുഡാണിത്. അപ്പോൾ അങ്ങനെ കൊള്ളി പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പോരാത്തത് കുറച്ച് ഡ്രൈ ആവും ചൂടാറുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അതുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുത്ത് ചൂടോടെ കഴിക്കാം. ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതോ ഓംലെറ്റോ എന്തെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതല്ലെങ്കിലും നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇതിൽ തീരും. നല്ല എനർജി ഫുഡാണത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, കമൻറ്റ് അറിയിക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടുക. അതിൽ കൂടുതൽ ഇതുപോലെയുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.